അപ്പൊ ഇന്നലെ മുതൽ കേൾക്കുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ സൗബിൻ ഷാഹിർ പറവ പ്രൊഡക്ഷൻസ് മഞ്ഞുമ്മൽ ബോയ്സ്. എന്താണ് വിഷയം എന്നുള്ളത്? 140 കോടി, 60 കോടി, 40 കോടി, വലിയ വലിയ കോടിക്കണക്കിന് രൂപേൻ്റെ കേസാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. മലയാളികൾ വിചാരിക്കുന്നുണ്ടാവും സുഷീൻ ശ്യാം പറഞ്ഞു മലയാള സിനിമയുടെ സീൻ മാറ്റും മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞപ്പോൾ. മൊത്തത്തിൽ സീൻ മാറ്റി. വൻ ഹിറ്റ്, മാസീവ് ഹിറ്റ്. മലയാളം ഫിലിം ഇൻഡസ്ട്രി കണ്ട ഏറ്റവും വലിയ ഹിറ്റ്. 200 കോടീൻ്റെ മുകളിൽ കളക്ഷൻ പോയൊരു പടം. ഇനിയൊന്നും പറയാനില്ല, ആ ലെവലിൽ പടം പോയി. പക്ഷെ കോൺട്രവേഴ്സീസ് വിട്ടുമാറാതെ ആ പടം ഇറങ്ങി ഹിറ്റടിച്ചിട്ടും ഇതിൻ്റെ കോൺട്രവേഴ്സീസ് വിട്ടുമാറുന്നില്ല. എസ്പെഷ്യലി ഇതിൻ്റെ പ്രൊഡക്ഷൻ ടീമിനെ ചുറ്റിപ്പറ്റിയിട്ട് അതിൽ തന്നെ സൗബിൻ ഷാഹിറും ടീമും ഉള്ളതാണ്. അപ്പോൾ എന്താണെങ്കിലും വിഷയങ്ങൾ മഞ്ഞുമ്മൽ ബോയ്സ് ലഭിച്ചത് 140 കോടി, 40 കോടി നികുതി വെട്ടിപ്പെന്ന് IT വകുപ്പ്. ഒരു സ്ഥലത്ത് 40 കോടി എന്ന് പറയുന്നുണ്ട്, ഒരു സ്ഥലത്ത് 60 കോടി എന്ന് പറയുന്നുണ്ട്. പ്രാഥമിക കണ്ടെത്തലാണ് കേട്ടോ. ഇതാണെങ്കിലും സൗബിൻ്റെ ഓഫീസിലും വീട്ടിലൊക്കെ ആയിട്ട് ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡും കാര്യങ്ങളും നടക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുമ്പ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മഞ്ഞുമ്മൽ ബോയ്സ് റിലേറ്റഡ് ആയിട്ട് വന്ന ഏറ്റവും വലിയ സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ തുടക്കത്തിൽ 7 കോടിയാണ് ഇതിൻ്റെ സിനിമയുടെ ടോട്ടൽ ബഡ്ജറ്റിൻ്റെ ആവശ്യമായിട്ട് ഒരു വ്യക്തി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ വ്യക്തി കൊടുത്ത പൈസയിൽ 40% ആ വ്യക്തിക്ക് ലാഭം കൊടുക്കാമെന്ന് സൗബിനും ടീമും പറഞ്ഞിട്ട് തിരിച്ചു കൊടുത്തില്ല. 40% എന്നുള്ളൊരു കേസ് ഉണ്ടായിരുന്നു. അത് സിറാജ് വലിയത്തറ ഹമീദ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് ആ കേസ് കൊടുത്തിട്ടുണ്ടായത്. 3 കേസാണ് ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ഈ സിനിമേനെ ചുറ്റിപ്പറ്റി വന്നിട്ടുള്ളത്. ഒന്ന് ചീറ്റിംഗ് ആൻഡ് ഫോർജറി, അത് ഞാൻ ഈ പറഞ്ഞ പോലെ സൗബിൻ ഷാഹിർ, ബാബു ഷാഹിർ, ഷോൺ ആൻ്റണി, ഇവർ 3 പേരുടെയും പേരിലാണ് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അത് പോലീസ് കേസായി. അതിനെ തുടർന്ന് അന്വേഷണവും കാര്യങ്ങളും വന്നു. അതിൻ്റെ മുകളിലാണ് പിന്നെ EDയും IT കാര്യങ്ങളൊക്കെ ആയിട്ട് റെയ്ഡും പരിപാടികളൊക്കെ ആയിട്ട് ആര് പെട്ടെ ഇവർ പെട്ടിട്ടുള്ളത്. ഇതാണ് സിറാജ് വലിയത്തറ ഹമീദ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് 40% ഷെയർ, 7 കോടി രൂപ മുടക്കിയതിൻ്റെ 40% ഷെയർ കൊടുക്കാത്തതിനെ തുടർന്ന് അയാൾ കൊടുത്ത പെറ്റീഷൻ മെയ് 2024 ഹൈക്കോടതി എന്ത് ചെയ്ത് ഇതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ സ്റ്റേ ചെയ്തു എന്നുള്ളൊരു അപ്ഡേറ്റും കൂടി ഉണ്ടായിരുന്നു. അതിന് ശേഷം വേറെ കാര്യങ്ങളൊന്നും നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത് സെറ്റിലായോ ഇല്ലേ എന്നുള്ളതൊന്നും. ഇതാണെങ്കിലും സിനിമയുടെ ടോട്ടൽ ബഡ്ജറ്റ് ഇവർ പറഞ്ഞിരുന്നത് സംവെയർ അറൗണ്ട് 23 to 20 crores ആണ്. പക്ഷേ ഈ സിനിമയ്ക്ക് ആകെ ചിലവായിട്ടുള്ളത് അത്രയൊന്നും ഇല്ല. മൊത്തം ചിലവായ ബഡ്ജറ്റ് ഏകദേശം സംവെയർ അറൗണ്ട് 19 to 18 crore എന്നുള്ളതാണ് ED കണ്ടെത്തിയത്. അപ്പോൾ ബാക്കി പൈസ ഇവർ എന്തിനു വേണ്ടി കളക്ട് ചെയ്തു, എവിടെ നിന്ന് കളക്ട് ചെയ്തു എന്നുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ ED ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നുണ്ട്. ഇതന്നെ സിനിമ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇതിനെക്കുറിച്ചുള്ള ടോക്കും കാര്യങ്ങളും നടക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഒന്ന് ഈ 7 കോടി ഇയാളുടെ നിന്ന് മേടിച്ചു. ഇയാളുടെ നിന്ന് മാത്രമല്ല പലരിൽ നിന്നായിട്ടും പൈസ മേടിച്ചിട്ടുണ്ട്. 1 രൂപ പോലും ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് എന്ന പേരിലിരിക്കുന്ന ആളുകൾ, മഞ്ഞുമ്മൽ ബോയ്സിനായി നിർമ്മാതാക്കൾ 1 രൂപ പോലും മുടക്കിയില്ല. സൗബിൻ ഷാഹിർ അടക്കമുള്ളവർക്കെതിരായ വഞ്ചന കേസിൽ പോലീസിൻ്റെ കണ്ടെത്തൽ. അപ്പോൾ ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്ന്, അതായത് ഇപ്പോൾ ഈ 7 കോടി കൊടുത്ത് കേസ് കൊടുത്ത ആ വ്യക്തിയെപ്പോലെയുള്ള പല ആളുകളിൽ നിന്നും, സിറാജ് വലിയത്തറയെപ്പോലെ പല ആളുകളിൽ നിന്നും 7 കോടിയും ബാക്കിയും പൈസയും കളക്ട് ചെയ്തിട്ട് പടം ഉണ്ടാക്കി. പിന്നെ മണി ലോണ്ടറിങ് EDയുടെ സംശയങ്ങൾ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മണി ലോണ്ടറിങ് കേസിൽ പ്രത്യേകിച്ച് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 250 കോടി 230 കോടി എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ ഒരു റിട്ടേൺ ഈ സിനിമ കൊണ്ടുവന്നിട്ട് അതിൽ പ്രോപ്പറായിട്ട് ഇവർക്കൊരു എന്താ പറയുക, ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നു, ആന്ധ്രയിൽ നിന്ന് വന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഈ സിനിമയുടെ ഒരു റവന്യൂ എങ്ങനെയാണ് വന്നതെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇതിൽ ഇവർ പറയുന്നത് 142 കോടി വേൾഡ് വൈഡ് വന്നു എന്നാണ് പറയുന്നത്. അതിൽ തന്നെ 170 കോടി റെസ്റ്റ് ഓഫ് ഇന്ത്യയും 72 കോടി മാത്രമാണ് കേരളം പറയുന്നത്. അപ്പോൾ ഈ 170 കോടി രൂപ തമിഴ്നാട്ട്, ആന്ധ്ര, ചൈനയെന്നൊക്കെ പൈസ വന്നു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് ചില ന്യൂസിലും കാര്യത്തിലൊക്കെ. ആൻഡ് ഓവർസീസ് 22 കോടി, അതാണ് ഈ ചൈനയെന്നൊക്കെ വന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എങ്ങനെയുടെ ഈ ഗ്രോസ് കളക്ഷൻ 242 കോടി വേൾഡ് വൈഡ്. അപ്പോൾ ആ 242 കോടി എന്ന് കാണിക്കുന്ന ഇത് എന്തുകൊണ്ട് കാണിക്കുന്നു? അങ്ങനെ കാണിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിലെവിടെയെങ്കിലും കറുപ്പ് വെളുപ്പിക്കുന്ന രീതിയിലുള്ളൊരു തിരിമറി നടന്നിട്ടുണ്ടോ? ഇവിടെ അമീർ ഖാൻ്റെ സിനിമകളിൽ ചൈനയിൽ നിന്ന് വരെ, അമീർ ഖാൻ്റെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട് ഇറങ്ങിയ ഒരു പടം ഉണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടില്ല, സീക്രട്ട് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞുള്ള പടം. അത് ചൈനയിൽ ഭയങ്കര ഹിറ്റാണ്. 190 കോടി ചൈനയിൽ നിന്ന് കിട്ടിയെന്നുള്ള ഒരു സംഗതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമീർ ഖാൻ്റെ സിനിമകൾ ഇറങ്ങുന്ന സമയത്ത്
ചൈനയിൽ നിന്ന് ഫണ്ട് വെളുപ്പിക്കുന്നു എന്നുള്ളൊരു ആരോപണം വരുമ്പോൾ ഇവിടെ സെയിം മഞ്ഞുമൽ ബോയ്സിന് 240 കോടി എന്ന് പറഞ്ഞിട്ട് ഈ 240 കോടി അതിൽ 170 കോടി കേരളത്തിൻ്റെ പുറത്തുനിന്ന് എവിടുന്ന് 22 കോടി ഗ്രോസ് കളക്ഷൻ പുറത്തുനിന്ന് എവിടുന്ന് കളക്ട് ചെയ്തു എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും സൗബിൻ ഷാഹിറിനും ടീമിനും കൃത്യമായി ഉത്തരം കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർ പെടും. ഈ സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ പുറത്ത് നടത്തിയിട്ടുള്ളത് ഡ്രീം ബിഗ് ഫിലിംസ് ആണ്. അതും കേരള ആൻഡ് തമിഴ്നാട് ബൈ ഗോകുലം മൂവീസ് ത്രൂ ഡ്രീം ബിഗ് ഫിലിംസ് ആണ്. പക്ഷെ ഞാൻ ന്യൂസുകളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് എവിടെയും ഈ ഗോകുലം മൂവീസിനെ കുറിച്ചൊന്നും ആരും പറയുന്നില്ല. ബിക്കോസ് ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ സീൻ പറ്റിയിട്ടുള്ളത് പുറത്തു നിന്ന് വന്ന കളക്ഷനല്ലേ, അതായത് തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശൊക്കെ, എസ്പെഷ്യലി തമിഴ്നാട്ടിലൊക്കെ ഈ സിനിമ തമിഴിൽ പോലും അല്ല കാണിച്ചില്ല, ഡബ് ചെയ്തല്ല കാണിച്ചിട്ടുള്ളത്, മലയാളത്തിലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഈ വലിയ പ്രൈം ലക്സ് തിയേറ്റേഴ്സ് എന്നല്ലാതെ അതൊക്കെ ഓഡിറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ട്രാക്കേഴ്സ് ഉണ്ട്, അതൊക്കെ ഓഡിറ്റ് ചെയ്ത് കണ്ടുപിടിക്കാന്നല്ലാതെ എങ്ങനെ ചെറിയ തിയേറ്ററിൽ നിന്ന് ഇത്രയും ആൾ കയറി, അല്ലെങ്കിൽ എല്ലാ തമിഴന്മാരും കയറി പടം കണ്ടു എന്നുള്ളൊരു ചോദ്യം. അതും വാട്ട് ഈസ് എ എഫക്റ്റ്? ഈ കമലഹാസൻ കണ്ടു, രജനീകാന്ത് കണ്ടു, അല്ലെങ്കിൽ അൻപൊട് കാതലൻ എഴുതും കടിതമേ ആ പാട്ട്, ഇതൊക്കെയാണോ കാരണം? അതോ ഗുണ കേവ് ആണോ അതിൻ്റെ ഒരു കാര്യം? അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മൾ കണ്ടതാണ്, വൈറാലിറ്റി നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. പക്ഷെ റിയാലിറ്റി കണ്ട എത്ര പേരുണ്ട്? ഈ പ്രൈം തിയേറ്റേഴ്സ് അല്ലാത്ത തമിഴ്നാടുള്ള എന്താ ബി ക്ലാസ്സോ സി ക്ലാസ് തിയേറ്റേഴ്സും കുറേ, ആ തിയേറ്റേഴ്സിൽ ആൾ കയറിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇത് മാസങ്ങളോളം ഹൗസ്ഫുള്ളായിട്ട് ഓടിയിട്ടുണ്ടോ? കാരണം മലയാളത്തിലും കൂടിയാണ് ഈ പടം. അപ്പോൾ അതൊക്കെ കുറേ ചോദ്യങ്ങൾ ഈ സിനിമയുടെ ചുറ്റിപ്പറ്റിയിട്ട്, ഇതിൻ്റെ റവന്യൂ ചുറ്റിപ്പറ്റിയിട്ടുണ്ട്. മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയാണ്. മഞ്ഞുമൽ ബോയ്സിൻ്റെ സിനിമയുടെ നിർമ്മാണത്തിൻ്റെ പണം മുടക്കിയത്, അതിൻ്റെ വരുമാനമൊക്കെ സംബന്ധിച്ച് നേരത്തെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുകയും അതിന് പിന്നിലെ കള്ളക്കളികളുണ്ട് എന്നൊക്കെ തന്നെ പുറത്ത് വരികയും ചെയ്തതാണ്. ഇല്ലാത്ത ലാഭക്കണക്കുകൾ പെരുപ്പിച്ച് കാട്ടി കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ശ്രമം അതുമായി ബന്ധപ്പെട്ട് ചില കേന്ദ്രങ്ങളിൽ നിന്ന് നടന്നു എന്നുള്ള ED അന്വേഷണം തുടരുന്നതിനിടെയാണ് ആദായ നികുതി വകുപ്പ് കൂടി ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തിയിരിക്കുന്നത്. പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത് 60 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടന്നു എന്നുള്ളതാണ്. 60 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് തങ്ങളുടെ സർവേയിൽ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആദായ നികുതി ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ സോഴ്സസ് ഇപ്പോൾ പറയുന്നത്. അതിൽ പ്രധാനമായും ഇന്നലെ സൗബിൻ ഷാഹിറിനെ ഇന്നലെ രാത്രി വളരെ വിശദമായി തന്നെ ഈ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം സൗബിൻ ഷാഹിറിനെ ചോദ്യം ചെയ്തിരുന്നു. സൗബിൻ ഷാഹിറിൽ നിന്ന് കുറച്ചുകൂടി ഉത്തരങ്ങൾ കിട്ടാനുണ്ട്. അതായത് ഇതിൽ ഒരുപാട് പണം വന്നു എന്ന് കണക്കുകളിൽ പറയുന്നുണ്ട്. ഈ പണത്തിൻ്റെ വരവ് എവിടെ നിന്ന്, സോഴ്സ് എവിടെ നിന്ന് എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു വെരിഫിക്കേഷൻ ആവശ്യമാണ്. പക്ഷേ ഈ കിട്ടിയ പണത്തിന്, ഈ വരുമാനം കിട്ടിയെന്ന് പറയുന്ന പണത്തിന് കൃത്യമായി IT റിട്ടേൺസ് നൽകിയിട്ടില്ല, അതായത് അതിൻ്റെ നികുതി ഒടുക്കിയിട്ടില്ല. അങ്ങനെയാണ് 60 കോടിയോളം രൂപയുടെ നികുതി വെട്ടിപ്പ് എന്ന് പറയുന്നത്. ഈ ഒരൊറ്റ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഇടപാടുകൾ എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഈ പറവ ഫിലിംസിന് ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിയ വരുമാനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം നടക്കുന്നത്. ആ വരുമാനം വന്നത് വിതരണ സ്ഥാപനമായ ഡ്രീം ബിഗ് എന്ന് പറയുന്ന സ്ഥാപനം വഴിയാണ്. ഈ ഡ്രീം ബിഗിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവർ ആരൊക്കെ എന്നുള്ള കാര്യത്തിൽ കൂടി ഒരു പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികൾ നടത്തുന്നുണ്ട്. അങ്ങനെ പോകുമ്പോഴാണ് ഇതിന് പിന്നിൽ മറ്റു ചില വലിയ ഫിനാൻഷ്യൽ സോഴ്സസ് ഉണ്ട് എന്നുള്ള സംശയത്തിലേക്ക് സ്വാഭാവികമായും കേന്ദ്ര ഏജൻസികൾ എത്തിച്ചേരുന്നത്. എന്തായാലും നിലവിലെ കണക്കനുസരിച്ച് പറവ ഫിലിംസ് 60 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. സൗബിൻ ഷാഹിറിനെ വിശദമായി ചോദ്യം ചെയ്യാൻ IT ഇൻവെസ്റ്റിഗേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതാണ് ഒരു അപ്ഡേറ്റ് ഉള്ളത്. ഓക്കെ, അതായത് വരവ് ചിലവ് കണക്കുകൾ മാച്ച് ആവുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാളുടെ കയ്യിൽ നിന്ന് 7 കോടി രൂപ വാങ്ങുന്നു, ആ വ്യക്തിക്ക് തിരിച്ച് പൈസ കൊടുക്കുന്നില്ല. അയാളോട് പറഞ്ഞ 40% ഇവർ തിരിച്ച് എന്ത് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല. ഇനി ഈ സിനിമയായിട്ട് വേറൊരു അലിഗേഷൻ ഉണ്ടായിരുന്നത് ഇളയരാജയാണ്. മഞ്ഞുമൽ ബോയ്സിലെ മറ്റേ പാട്ട് ഉപയോഗിച്ചിട്ടുള്ളത് കൺമണി അൻപോട്. അപ്പോൾ അത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഇതിനിടയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് ചെറിയ കോൺട്രവേഴ്സിയാണ്. അതെന്താണെന്നുണ്ടെങ്കിൽ ഒരു ക്രെഡിറ്റ്സും കാര്യങ്ങളും കൊടുത്തിട്ട് ഒരു സൈഡിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, അതങ്ങനെ പോയിട്ടുണ്ടാവും. പക്ഷേ ഞാൻ സ്റ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 170 കോടി കേരളത്തിൻ്റെ പുറത്തുനിന്ന് 170 പ്ലസ് 22 കോടി ഓവർസീസ്, ഏകദേശം 200 കോടി രൂപ ഇവർ ഈ പടത്തിന് കളക്ഷൻ വന്നു എന്ന് പറയുന്നതിലുള്ള കോംപ്ലിക്കേഷൻ. ഞാനൊരു കാര്യം പറയും, ഇപ്പോൾ സിനിമയായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അത്യാവശ്യം ആളുകളൊക്കെ അറിയാൻ ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പോൾ പലരായിട്ട് സംസാരിക്കുമ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പല പ്രൊഡക്ഷൻ ഹൗസുകളും ഓടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പൈസ, പല നടന്മാർക്കും പല പ്രശസ്തർക്കും ഇവിടെ പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ ഹൗസിലേക്ക് വരുന്ന പൈസകൾ പല ഇൻഡിവിജ്വൽസും പുറത്തുനിന്ന്, ഇന്ത്യയുടെ പുറത്തുനിന്നുള്ള പല ഇൻഡിവിജ്വൽസും കൊടുക്കുന്നതാണ്. അവരുടെ സോഴ്സ് എന്താണ്? അവരെന്തിനീ ലൈക്ക് പണ്ടൊക്കെ സിനിമയ്ക്ക് വേണ്ടി സിനിമയോടുള്ള ആഗ്രഹം, അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാ നടിമാരെ കാണാനുള്ള അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ ഈ പ്രൊഡ്യൂസേഴ്സ് പൈസ കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇത്രയും മാസീവ് ഫണ്ട് കൊടുക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളത് നമ്പർ 1. ഇനി ഇങ്ങനെ വാങ്ങി ഇവർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ കുറേ കേസുകളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 7 കോടി 5 കോടി 2 കോടി 3 കോടി, ചിലപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ പലിശയ്ക്ക് കൊടുക്കുന്നതായിരിക്കാം. കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര പൈസ കിട്ടും, എന്നാലും ഒരു ഇല്ലീഗൽ ഫേസ് ആണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ
ഹിറ്റ് അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ പ്രമുഖ പ്രൊഡക്ഷൻ ഹൗസുകൾ എന്ത് ചെയ്യും, ഈ പൈസ കൊടുത്ത ആളുകൾ വിസിബിൾ അല്ലല്ലോ പുറത്ത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സാഹചര്യം ചിലർ ഇതേപോലെ 7 കോടി കൊടുത്തവനെ മുമ്പിച്ച് തെറ്റിച്ച് വിടാറുണ്ട്. ഇതിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെ പൈസ കൊടുത്ത് മുങ്ങിപ്പോയവർ പലരും ഉണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു പ്രശസ്തമായിട്ടുള്ള ഞാൻ എല്ലാവരും പറഞ്ഞില്ല, ചില പ്രൊഡക്ഷൻ ഹൗസുകളുടെയൊക്കെ ബാക്കിൽ അവരുടെ പൈസയൊന്നും അല്ല, ഇതേപോലെ നാട്ടുകാർ അവിടുന്ന് ഇവിടുന്ന് ഇടുന്ന പൈസയാണ്. അത് എന്ത് പൈസയാണ് ഇടുന്നതെന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ ചൈന വരെ ഫണ്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ പല പ്രൊപ്പഗണ്ട മൂവീസിനെന്നുള്ളതാണ് ഞാൻ ഇന്നലെ മുതലുള്ള വീഡിയോസും അല്ലെങ്കിൽ എൻ്റെ റെഫറൻസ് എന്നൊക്കെ മനസ്സിലായിട്ടുള്ളത്. സോ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളിലും ഇതിൻ്റെ ബാക്കിലുള്ള ഫണ്ടിങ് കൃത്യമായിട്ട് ഇ ഡി കണ്ടുപിടിക്കണം. എന്തിനു വേണ്ടിയിട്ട് ഇവർ ഫണ്ട് ചെയ്യുന്നു, എന്ത് രീതിയിലുള്ള ഫണ്ടുകളാണ് ഈ കൊടുത്തുകൊണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലൊരു തിയേറ്ററിലൊരു സിനിമ, ഒരു പൊട്ടൻഷ്യലുള്ള പടം, ഓക്കെ, അത്യാവശ്യം തമിഴ് ഓഡിയൻസിൻ്റെ ഇടയിൽ ഒരു മലയാളം സിനിമയ്ക്ക് അത്യാവശ്യം ഒരു ഫേസ് കിട്ടി തുടങ്ങുമ്പോൾ അത് ഇട്ട് ആ പേരിൽ ഓടിച്ച് അങ്ങനെ കാണിച്ചതായിരിക്കില്ലേ. ഇപ്പോൾ ബി ഗ്രേഡ്, സി ഗ്രേഡ്, ചെറിയ ലോ ഗ്രേഡ് തിയേറ്റേഴ്സിലൊക്കെ ആൾ കയറുന്നുണ്ടോ ഇല്ല എന്നുള്ള ആരെങ്കിലും പോയി ഓഡിറ്റ് ചെയ്യും. ഇപ്പോൾ അജിത്തിൻ്റെയും വിജയിൻ്റെയും ഒക്കെ സിനിമ ഇറങ്ങുന്ന സമയത്ത് ട്രാക്കേഴ്സ് അത് ട്രാക്ക് ചെയ്യും, അത് മൾട്ടിപ്ലക്സിലാണ് ട്രാക്ക് ചെയ്യുക. അപ്പോൾ ഓബിയസ്ലി ഇവർ മൾട്ടിപ്ലക്സ് ട്രാക്ക് ചെയ്യുമ്പോൾ മേ ബി അവിടെ കളക്ഷൻസ് ഉണ്ടാവാം മഞ്ഞുമൽ ബോയ്സിന് ഒരു സർട്ടൺ ടൈം. പക്ഷെ ഇവർ പറയുന്നത് ആ തിയേറ്റേഴ്സിൽ ഓടിയിട്ട് കാര്യമില്ല, അത്ര തിയേറ്റേഴ്സിൽ ഓടിയാൽ പോരാ. ചെറിയ ചെറിയ തിയേറ്റേഴ്സിലടക്കം ഈ സിനിമ തെലുങ്കാനയിലും കർണാടകയിലും ഓവർസീസിലൊക്കെ ഓടിക്കഴിഞ്ഞാൽ മാത്രം ഒരു മലയാള സിനിമയ്ക്ക് 250 crores അറ്റൈൻ ചെയ്യാനുള്ള സ്റ്റിൽ അതിനുള്ള ഒരു പൊട്ടൻഷ്യൽ ആയിട്ടില്ല എന്ന് തന്നെയാണ് സിനിമ ഇൻഡസ്ട്രിയിൽ പറയുന്നത്. അപ്പോൾ ഇവർ എവിടുന്ന് ഈ ഫണ്ട് എങ്ങനെ എത്തിച്ചു, അവിടെയാണ് പറഞ്ഞത്. ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ ഡ്രീം ഹൗസ് എന്നൊക്കെ പറഞ്ഞതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഗോ ത്രൂ ചെയ്യും എന്തുകൊണ്ട് നിങ്ങൾ പല ചാനലുകളും ആരാണ് ഈ ഡ്രീം ഹൗസ് ത്രൂ ഇത് പ്രൊഡക്ഷൻ പുറത്ത് കൊടുത്തതെന്നുള്ളത് പറയാൻ മടിക്കുന്നു എന്നുള്ളത് എനിക്കറിയില്ല. ബിക്കോസ് ഇപ്പോൾ ഈ പറഞ്ഞ ഗോകുലം പോലത്തെ ഒരു വലിയ ടീമാണിത്, അവർ ത്രൂ എന്നുള്ളത് എനിക്ക് ഗൂഗിൾ നോക്കുമ്പോഴാട്ടോ മനസ്സിലായത്. തമിഴ്നാട് ആൻഡ് കേരള വാസ് ഡൺ ബൈ സി ഗോകുലം മൂവീസ് ത്രൂ ഡ്രീം ബിഗ് ഫിലിംസ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ആരൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും വലിയ രീതിയിൽ മീഡിയം സംസാരിക്കുന്നില്ല. എല്ലാവരും സൗബിൻ ഷാഹിർ 60 കോടി ഫിലിം ഇൻഡസ്ട്രിയിൽ പറയുന്നത് 60 കോടി എന്നല്ല, 20 കോടി എന്നാണ്. ചിലപ്പോൾ എനിക്ക് തോന്നി കോൺട്രവേഴ്സീസ് തീർക്കാൻ വേണ്ടിയിട്ട് 20 കോടി കൊടുത്ത് ഒതുക്കാനും ചാൻസ് ഉണ്ട്. കാരണം 20 കോടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇടിക്കോ അല്ലെങ്കിൽ ഐടിക്കോ പിന്നെ ഇതിന് പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. 20 കോടി കിട്ടി അവരവരുടെ ഫൈൻ അടപ്പിച്ച് അവർ ഉണ്ടാതിരിക്കുമല്ലോ. സ്റ്റിൽ ഞാൻ പറയുന്നത്, സിനിമയുടെ പേരിൽ ഇഷ്ടംപോലെ കറുപ്പ് വെളുപ്പിക്കുന്ന പരിപാടികൾ നടക്കുന്നുണ്ട്. അതുതന്നെയാണ് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇനി മുന്നോട്ടും അതുതന്നെയാണ് നടക്കുക. ഇതിൽ സൗബിൻ ഷാഹിറിൻ്റെ ഒരു സീനിൽ ഞാൻ വേറെ കാര്യം പറഞ്ഞിട്ടാണ്, ഇതിലൊരു സംഘ എലമെൻറ്റിൻ്റെ ഭയങ്കരമായിട്ടൊരു ഇൻവോൾവ്മെൻറ്റ് ഞാൻ പല ചാനലുകളിലും ഇത് ഭയങ്കരമായിട്ട് എടുത്തിട്ട് അടിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഓക്കെ, സൗബിൻ ഷാഹിറിനെ പറവ പ്രൊഡക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്, മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതിനു മുമ്പും പല സിനിമകൾ ഇറങ്ങിയ സമയത്തും ഇതിനും വലിയ തിരിമറികൾ നടന്നിട്ടുണ്ട്. അന്നൊന്നും സംഘ് ടീംസ് സംഘ് സാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ അവിടെ ഇവിടെയൊക്കെ സംസാരിച്ച സമയത്ത് നമ്മളടക്കം വന്നിട്ട് ഊക്കി പറഞ്ഞ പരിപാടി കാണിച്ചിട്ടുണ്ട്. ആരാണെങ്കിലും, സംഘാണെങ്കിലും മട്ടാഞ്ചേരി ആണെങ്കിലും ആരാണെങ്കിലും. രാജ്യത്തിന് കറുപ്പ് വെളുപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഫേവറബിൾ ആയിട്ടുള്ള പരിപാടിയൊന്നും അല്ല. അതും ഇത്രയും വലിയൊരു എമൗണ്ട്, അതൊരു സീനാണ്. അപ്പോൾ അത് കൃത്യമായി ഓഡിറ്റിൽ കൊണ്ടുവരാൻ സാധിക്കണം ഇവിടുത്തെ നിയമത്തിനും ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കും. ഓക്കെ, ആൻഡ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തിനു വേണ്ടി നമ്മുടെ രാജ്യത്തേക്ക് പൈസ വരുന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. നമ്മുടെ രാജ്യത്തിനെ കുട്ടിച്ചോറാക്കാനാണെങ്കിൽ എന്ത് ചെയ്യും, മനസ്സിലായ? ചില പ്രൊപ്പഗണ്ട മൂവികൾ എടുത്തിട്ട് നമ്മുടെ രാജ്യത്ത് ഒരു സീൻ ഉണ്ടാക്കാൻ, ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഫണ്ടിങ് വരുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സോ ഫണ്ട് ചെയ്യുന്നവർ ആരൊക്കെ, ഫണ്ട് ഏത് രീതിയിൽ അവർ ഫണ്ട് ചെയ്യുന്നു, എത്രയൊക്കെ ഫണ്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കണം. ഓക്കെ, സിനിമ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്, സീനുകളാണ്. ഇപ്പോൾ സൗബിൻ ഷാഹിർ റിലേറ്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാശ് അടയ്ക്കും, അവർ പരിപാടികൾ തീർക്കും എന്നുള്ളത് തന്നെയേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ സിനിമ ഇവർക്കെന്ന് പറയാം വേറെ ന്യൂസ് ടോപ്പിക് ഇല്ല കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ പിന്നെ ഇത് കത്തിച്ചു വിടാന്നുള്ള രീതിക്ക് മെല്ലെ എടുത്ത് വിടുന്നതാണ്. അതുകൊണ്ടാണല്ലോ ഇവർ കംപ്ലീറ്റ് കാര്യങ്ങളും പുറത്ത് പറയാത്തത്. മനസ്സിലായില്ല, ആരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ആരൊക്കെ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് റിലീസ് കേരളത്തിൻ്റെ പുറത്ത് നടത്തി എന്നുള്ളതിനെ കുറിച്ചൊന്നും ഇവർ പറയാത്ത എന്താ, സംസാരിക്കാൻ പറ്റില്ല. കാരണം ഈ പറയുന്ന ചാനലുകൾക്ക് അടക്കം അവരുടെ പല പ്രോഗ്രാമിനും സ്പോൺസർഷിപ്പ് ചെയ്യുന്ന ആളുകളാണ് ഇത് ഡിസ്ട്രിബ്യൂഷൻ പുറത്ത് ചെയ്തിട്ടുള്ളത്. അവർക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ സൗബിൻ ഷാഹിറിന് 60 കോടി, സൗബിൻ ഷാഹിറിന് 40 കോടി, മഞ്ഞുമൽ ബോയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ക്രീം ലെയർ തൊട്ടിട്ടാണ് പോകുക. അവർ റോക്ക് ബോട്ടം ലെവലിൽ ഒരു ചെല്ലൂല.